ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനസ്സുനിയമ്മ കുറേ സമ്മാനങ്ങളുമായിട്ട് ലയയെയും മാധവനെയും കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരെ ആട്ടി പുറത്താക്കുകയാണ്. ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ പുറത്തേക്ക് പോയിക്കോളാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്, അതുകൊണ്ട് എനിക്ക് എൻ്റെ കൊച്ചുമക്കളെ താലോലിച്ച് വീട്ടിലിരിക്കണം, അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് വരണമെന്ന് പറയുകയാണ്. നിങ്ങളതിന് അമ്മയായിട്ട് വേണ്ടേ? നിങ്ങൾ ഈ ജന്മത്ത് ഒരിക്കലും അമ്മയാകില്ല, നല്ലൊരു അമ്മയാകില്ല, അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് വരാൻ ഞങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾ അനുഭവിക്കണം, നിങ്ങൾ ആരും ഇല്ലാതെ നിങ്ങൾ ഒരുപാട് അനുഭവിക്കണം എന്നൊക്കെ മാധവ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ മനസ്സെനിക്ക് ഭയങ്കരമായിട്ടും സങ്കടം തോന്നുകയാണ്. മോനെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം മോനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട, ഞങ്ങൾക്കിനി ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടേതായ തീരുമാനങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങളിനി ആ വീട്ടിലേക്ക് കാലുകുത്തില്ല, നിങ്ങളോടൊപ്പം താമസിക്കാനും ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല, എനിക്ക് മുഖത്ത് നോക്കി പറയാനായിട്ട് യാതൊരു മടിയില്ല, നിങ്ങൾ ഇറങ്ങി പൊയ്ക്കേണ്ട ഈ വീട്ടിൽ നിന്ന് എന്ന് പറയുമ്പോൾ മനസ്വിനി അമ്മ നേരെ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളവിടെ നിന്നേ, നിങ്ങൾ കുറേ സാധനങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതും കൊണ്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കുറേ ഡ്രസ്സുകളും കളിപ്പാട്ടങ്ങളും എല്ലാം എടുത്ത് കൊടുക്കുകയാണ്. പലഹാരങ്ങളൊക്കെ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇത് നിങ്ങൾ കൊണ്ടുവന്നല്ലേ, അത് നിങ്ങൾ കൊണ്ടുപോയി തന്നെ തിന്നുക, അതുകൊണ്ട് ഇവിടെ ഇത് വെക്കണ്ട, കൊണ്ടുപോ, പുറത്തേക്ക് ഇറങ്ങി പോ എന്ന് മാധവ് ഭയങ്കരേറെ മുഖത്തടിച്ച പോലെ സംസാരിക്കുകയാണ്. അങ്ങനെ മനസ്വിനി അമ്മ അവിടെ നിന്ന് കണ്ണീര് ഒപ്പിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യണം. അപ്പോൾ മാധവ് കണ്ട അവരുടെ അടവുകൾ കണ്ടില്ലേ? അപ്പോൾ ലയ്യാണെങ്കിൽ അതെ അടുത്ത അടവുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടി. അതിലൊന്നും ഇവരെയൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല, യാതൊരു കാരണവശാലും ഇവരെ സ്വഭാവം മാറാനായിട്ടും പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ലയ്യയും കയറിപ്പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞാവയാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. അപ്പോൾ ആദ്യം അങ്ങോട്ട് വരികയാണ്, ഇത് എന്താണ് കുഞ്ഞാവ ഇങ്ങനെ കിടന്ന് കരയുന്നത്, ഇവിടെ ആരുമില്ലേ, ഇഷിതമ്മയില്ലല്ലോ, ചിപ്പിയില്ല, അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി പോയെന്ന് തോന്നണം, അല്ല അപ്പോൾ അമ്മമ്മയില്ലേ, അമ്മമ്മയും കാണാനില്ലല്ലോ, എന്തേ കുഞ്ഞാവ ഇങ്ങനെ കരയുവാണല്ലോ, ഇപ്പം എന്താ ചെയ്യുക? ആദ്യം അവിടെ ആകെ ഒന്ന് സ്തംഭിച്ചിങ്ങനെ നിൽക്കുക, അതിന് ശേഷം ആ റൂമിലേക്ക് കയറി കുഞ്ഞാവനിങ്ങനെ നോക്കിയാണ്. അയ്യോടാ, കുഞ്ഞാവ് ഭയങ്കര കരച്ചില്ല. പക്ഷേ കുഞ്ഞാവിടെ തൊട്ടിൽ പിടിച്ച് ഇങ്ങനെ പതുക്കെ ഒന്ന് ആട്ടുമ്പോഴും കുഞ്ഞാവ് കിടന്ന് കരയുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് ആദ്യം ഒരു കാര്യം ആലോചിച്ചത്. കാരണം അന്ന് കോടതിയിൽ ആകാശ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിപ്പിമോളെ മാത്രം സ്നേഹിക്കാനായിട്ട് പറ്റുള്ളൂ, ഇഷിതയുടെ കുഞ്ഞിനോട് അവന് വൈരാഗ്യമായിരിക്കും, അവൻ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അവിടെ ഒരു നിമിഷം നമ്മുടെ ആദ്യം ആലോചിക്കുക. അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞ് അവിടെ തൊട്ടിൽ തൊടാൻ പോലും തന്നെ നമ്മുടെ ആദ്യം ഒന്ന് മടുപ്പ് കാണിക്കുകയാണ്, അതൊരു മടി കാണിക്കുകയാണ്. അങ്ങനെ കിടന്ന് പക്ഷെ അപ്പോഴും കുഞ്ഞാവ് കിടന്ന് കരയുകയാണ്. എന്തെങ്കിലും കുഞ്ഞാവിനെ കരയിച്ച് ശരിയാവില്ലല്ലോ എന്ന് വെച്ച് രണ്ടും കൽപ്പിച്ച് നമ്മുടെ ആദ്യം ഒന്ന് മൂളിപ്പാട്ട് പാടിയിട്ട് ആ തൊട്ടിലൊന്ന് ആട്ടി 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 കൊച്ചിനെ ഉറക്കുക. ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആദിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ്. ആഹാ, കുഞ്ഞാവിടെ ആദിച്ചേട്ടനെ ഉറക്കി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞാവ് ഉറങ്ങിയല്ലോ, എൻ്റെ കുഞ്ഞാവ മിടുക്കിയാണല്ലോ, ആദിച്ചേട്ടന് അപ്പം വലിയ ഇഷ്ടമാണല്ലേ, ആദിച്ചേട്ടനെ ഉറക്കിയത് കൊണ്ടല്ലേ കുഞ്ഞാവ് ഉറങ്ങിയത്, ഉറങ്ങിക്കോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദി ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴേ ഇഷിത വരിക. പക്ഷേ ആദിയുടെ മുഖത്ത് ആ ഒരു ചിരിയാണ് അവിടെ ഇഷിത കാണുന്നത്. ആദ്യം പക്ഷേ ഇഷിതയെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അങ്ങനെ ആദ്യം പോയി കഴിഞ്ഞപ്പോഴേക്ക് ഇഷിതയ്ക്ക് ഒരു പേടി, എന്തിനാ അവനാ റൂമിലേക്ക് കയറിയത്, കുഞ്ഞവിടെ അരികിൽ ആരില്ലാത്ത സമയത്ത് അവൻ എന്തിനാ വന്നത്, ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ, അവൻ എന്തുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ആകാശ് ഇഷിതയോടെ ഫോണിൽ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇഷിത മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അവന് ഏതൊരു സിബ്ലിംഗ് എന്ന് പറഞ്ഞൊരു ഇത് ഉണ്ടെന്നും അത് ഡോക്ടർമാർ തെളിയിച്ചതാണെന്നും അതുകൊണ്ട് അവൻ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നും ഒരു ടവലെടുത്ത് മുഖത്തിട്ടാൽ മതിയല്ലോ, അതോടുകൂടി തന്നെ കുഞ്ഞില്ലാതാവുമല്ലോ എന്ന് പറഞ്ഞ് ആകാശ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് പേടിയായി. അങ്ങനെ ഇഷിത നേരെ ആ റൂമിലേക്ക് കയറി കുഞ്ഞാവെ ഒന്ന് നോക്കാം. കുഞ്ഞാവ് നല്ല ഉറക്കം. അപ്പം നല്ല ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞാവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പേടിയായി. അങ്ങനെ കുഞ്ഞാവയ്ക്ക് ശ്വാസം ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കുഞ്ഞാവെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടി പിടിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞാവ് ഒന്ന് കരയാണ്. കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുമാണ് നമ്മുടെ ഇഷിതയ്ക്ക് സമാധാനമായത്. ദൈവമേ, അപ്പോൾ കുഞ്ഞാവയ്ക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെ എന്തിനാണ് ആദ്യം ഇവിടെ വന്നത്, അതും ആരുമില്ലാത്ത സമയം നോക്കി. ഇനി കുഞ്ഞ് കരഞ്ഞിട്ടായിരിക്കോ ആദ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക? അങ്ങനെ കുഞ്ഞ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞാവനെ ഉറക്കാനൊന്നും അവൻ ഏതായാലും പറ്റില്ല. ഇനി കുഞ്ഞാവനെ നുള്ളി നോവിച്ചിട്ടുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ കൊച്ചി ഇപ്പോഴും കരഞ്ഞുകൊണ്ട് തന്നെ നിന്നാനായിരുന്നു. അങ്ങനെ കരച്ചിൽ നിർത്താനൊന്നും ആവില്ല. ഞാനും ചിപ്പി മോളും 101 പോയി. ആ സമയം നോക്കി അവനിവിടെ വന്നു. ഇവിടെ അമ്മയില്ലായിരുന്നോ? ഇതാകെ മനുഷ്യന് പേടി തോന്നുന്നല്ലോ. എൻ്റെ ദൈവമേ, ഇനി ആദിക്ക് അങ്ങനെ ഒരു അസുഖം ഉള്ളതുകൊണ്ട് ഇനി ആദിയുടെ സ്വഭാവമെല്ലാം മാറോ എന്ന് ഇഷിത വരെ അങ്ങനെ ചിന്തിക്കുക.
അങ്ങനെ ഇനിയിപ്പോൾ ഇത് ആരോടാ പറയേണ്ടത്? അവനോട് പോയി നേരിട്ട് ചോദിക്കാൻ പറ്റില്ല. വേറെ വല്ല കാര്യത്തിനാണ് ആദ്യം വന്നതെങ്കിൽ ആ ചോദിക്കുമ്പോൾ അവൻ്റെ മനസ്സ് വേദനിക്കും. അങ്ങനെ ചോദിക്കാനും പറ്റില്ല. പിന്നെ ഇത് ആരോടാ ചോദിക്കേണ്ടത് എന്നിങ്ങനെ ആലോചിച്ച് തലപുകഞ്ഞ് നിൽക്കുക. അതിനുശേഷം നമ്മുടെ ഇഷിത നേരെ മഹേഷിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ മഹേഷ് ആണെങ്കിൽ പുറത്തേക്ക് നോക്കി ഇങ്ങനെ കാഴ്ചകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മഹേഷിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആഹാ താനെന്താ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കണേ. ഏയ് ഞാൻ ചുമ്മാ വന്നതാ. ആഹാ പിന്നെ ആദി ഉറങ്ങിയിട്ടുണ്ടാവും അല്ലേ? ആദി ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഇഷിതയുടെ മുഖത്ത് വലിയൊരു തെളിച്ചൊന്നും അവിടെ കണ്ടില്ല നമ്മുടെ മഹേഷ്. എന്താടോ, എന്താ തനിക്ക് ടെൻഷൻ ഉണ്ടല്ലോ? എന്താ കാര്യം? എന്താണെങ്കിലും തുറന്നു പറ, എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാമല്ലോ. ഏയ് ഒന്നുമില്ല. പിന്നെ എന്താ കാര്യം? എന്താ കാര്യം എന്ന് വെച്ചാൽ പറ. അത് പിന്നെ അതെ, എന്നെ ആകാശ് വിളിച്ചായിരുന്നു വേറൊരു നമ്പറിൽ നിന്നും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവനെന്തിനാ തന്നെ വിളിച്ചത്? എന്നിട്ട് ആ കാര്യം എന്നോട് പറയാതിരുന്നത്? ഇങ്ങനെ ഇത് കാരണം തന്നെയാണ്. കാരണം മഹേഷിൻ്റെ ഭാര്യയെ വിളിച്ചിരിക്കുന്നത് കാണുമ്പോൾ മഹേഷ് അവനോട് തല്ല് പിടിക്കാൻ പോകുമെന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് മഹേഷിനോട് കാര്യങ്ങളൊന്നും പറയാതിരുന്നത്. എന്നിട്ട് താൻ ഇപ്പം എന്താ പറയാനുള്ള കാരണം? അത് പിന്നെ ആ കാര്യമൊന്നും ഓർമ്മ വന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. അന്ന് ആദിയെക്കുറിച്ച് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നല്ലോ. ആദിക്ക് എന്തൊരു അസുഖം ഉണ്ടെന്നും അത് ഡോക്ടർമാരെ തെളിയിച്ചതാണെന്നും ആദിക്ക് ചിപ്പിമോളെ മാത്രം സ്നേഹിക്കാൻ പറ്റുള്ളൂന്നും അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്നും എന്നൊക്കെ അന്ന് പറഞ്ഞാണല്ലോ. അവൻ എന്നോട് അതൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്. അവൻ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് താനതെല്ലാം വിശ്വസിച്ചോ? അങ്ങനെ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ മഹേഷ്? ഞാൻ ആദിയെക്കുറിച്ച് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് ഞാൻ എതിർത്ത് തന്നെ സംസാരിച്ചത്. പിന്നെ എന്താ തൻ്റെ പ്രശ്നം? അല്ല, ഞാൻ ചുമ്മാ അതെല്ലാം ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇല്ല, അങ്ങനെ ഓർമ്മ വന്നപ്പോൾ താൻ പറഞ്ഞതല്ല. തൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതെന്നോട് വന്ന് പറയാനുള്ള കാരണം. പറ ഇഷിത, എന്താണെങ്കിലും പറ. എന്താ? ആദി കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നോ? അത് പിന്നെ ആകാശ് അവൻ കുഞ്ഞിനെ കാണുന്ന വിചാരിച്ച് എന്താ കുഴപ്പം? അവൻ്റെ അനിയത്തിയല്ലേ, അതുകൊണ്ട് കുഞ്ഞിനെ കാണണമല്ലോ. പിന്നെ എന്താ തൻ്റെ പ്രശ്നം? അത് പിന്നെ അത് വേറൊന്നുമല്ല, ഞങ്ങളൊന്നും ഇല്ലായിരുന്നേ. അപ്പോൾ ആദി റൂമിലേക്ക് വന്നു കുഞ്ഞാവരുടെ അടുത്ത്. ഞാൻ വരുമ്പോൾ ആദി ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവായിരുന്നു. അപ്പോൾ അവൻ്റെ മുഖത്ത് നല്ലൊരു ചിരി കണ്ടു. ഞാൻ കുഞ്ഞാവരുടെ അടുത്ത് ചെന്നു, പക്ഷെ കുഞ്ഞാവ കരഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. തനിക്ക് ഉറപ്പാണോ? അപ്പോൾ താനും ചിപ്പി എവിടെ പോയിരുന്നു? ഞങ്ങൾ 101 പോയായിരുന്നു. പിന്നെ ചിപ്പി അവിടെ നിർത്തിയിട്ട് കുഞ്ഞ് കരയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. ആ സമയത്താണ് ആദ്യ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പം തനിക്ക് ആദ്യം സംശയമായി അല്ലേ? അയ്യോ മഹേഷ് അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് ആദ്യം സംശയമൊന്നും അല്ല. പക്ഷേ ആദ്യം എന്തിനാണ് ആ റൂമിൽ വന്നതെന്നൊന്നും അറിയില്ലല്ലോ. ചിലപ്പോൾ കുഞ്ഞാവനെ കാണാൻ വേണ്ടി വന്നതായിരിക്കും. ശരി, തനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യയോട് തന്നെ ചോദിക്കാം. മഹേഷ് എന്ത് പരിപാടിയാ ആദ്യയോട് ചോദിക്കാനോ? അങ്ങനെയൊന്നും ചോദിക്കാനായിട്ട് നിൽക്കരുത്. അവനത് സങ്കടമാവില്ലേ? എടോ, ഞാൻ വേണ്ട വിധത്തിൽ ചോദിച്ചോളാം. ഏത് രീതിയിലാണ് ചോദിക്കേണ്ടത് ആ രീതിയിൽ ചോദിച്ചോളാം. താൻ സങ്കടപ്പെടാതിരിക്കും, ഞാൻ പോയി ചോദിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആദ്യം നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ മഹേഷ് ആ റൂമിലേക്ക് കയറി ലൈറ്റ് ഇടുകയാണ്. അപ്പോൾ ആദിയുടെ ഉറക്കം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മോനെ ആദി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ ആദി ചാടി എണീക്കുകയാണ്. എന്താ ഡാഡി ചോദിച്ചപ്പോഴേക്കും മോൻ നല്ല ഉറക്കമായിരുന്നല്ലേ? പിന്നെ ഇത്രയും സമയമായില്ലേ ഡാഡി? ഡാഡി എന്താ ഈ സമയത്ത് റൂമിലേക്ക് വന്നത്? അത് പിന്നെ എനിക്കെന്താ ഈ റൂമിലേക്ക് വരാൻ പാടില്ലേ? മോനെ കാണണമെന്ന് തോന്നി, അതുകൊണ്ട് ഡാഡി വന്നു. ഇല്ല ഡാഡി, എന്നെ കാണണമെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാഡി വന്ന് കണ്ടിട്ട് പോകുകയുള്ളൂ. എന്നെ വിളിച്ചുണർത്താനായിട്ട് ഡാഡി മെനക്കെടൂല. പക്ഷേ എന്നെ ഡാഡി വിളിച്ചുണർത്തിയത് എന്തോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഡാഡി പറ, എന്ത് പറയാനാണ് ഡാഡി എന്നെ വിളിച്ചുണർത്തിയത്? എന്താ മോനെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണെന്ന് ഡാഡി പറയോ? ഡാഡി പറഞ്ഞു വരുമ്പോൾ തന്നെ അറിയാം എന്നെ സങ്കടപ്പെടുത്തുന്ന എന്തോ കാര്യമാണെന്ന്. എന്താണെങ്കിലും പറ ഡാഡി, എനിക്കൊരു സങ്കടവും വരില്ല. ഡാഡിക്ക് എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയാൻ പാടില്ലേ? അത് പിന്നെ മോനെ, ആകാശ് വിളിച്ചായിരുന്നു. എന്നിട്ട് ആകാശ് കുറേ കാര്യങ്ങളെല്ലാം മോനെക്കുറിച്ച് പറഞ്ഞു. മോന് ചിപ്പിമോളെ മാത്രമേ സ്നേഹമുള്ളൂ, അതുകൊണ്ട് ഇഷിതാമ്മയുടെ കുഞ്ഞിനെ ഇവിടെ സ്നേഹമില്ല, ആ കുഞ്ഞിനെ വേർതിരിച്ചാണ് കാണുന്നത് എന്നൊക്കെയാ ആകാശ് പറഞ്ഞത്. എന്നിട്ട് അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഡാഡി വിശ്വസിക്കുമോ എന്ന് ഞാൻ ചോദിക്കുമ്പോഴേക്കും മോനെ വിശ്വസിച്ചല്ല, എന്നാലും അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മോനോട് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി ഡാഡി. ഞാൻ എന്തിനാണ് ഇഷിതാമ്മയുടെ കുഞ്ഞാവനെ വേർതിരിച്ച് കാണുന്നത്? അത് വേർതിരിവാണോ ഡാഡി? അതെൻ്റെ അനിയത്തി തന്നെയല്ലേ?
ചിപ്പിമോളോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു. ചിപ്പിമോൾ എൻ്റെ അനിയത്തി തന്നെ, ഇഷിതാമ്മയുടെ കുഞ്ഞാവി എൻ്റെ അനിയത്തി തന്നെ. ഈ 2 പെൺമക്കളും ഡാഡിയുടെ കുഞ്ഞല്ലേ, അപ്പം പിന്നെ അവരെൻ്റെ അനിയത്തിയല്ലേ. അവരെന്തിനാണ് ഞാൻ വേർതിരിച്ച് കാണുന്നത്? എനിക്ക് ചിപ്പിമോളോടുള്ള എങ്ങനെയാണോ സ്നേഹം അതേപോലെ തന്നെയാണ് ആ കുഞ്ഞാവിനോട് ഉള്ളത് ഡാഡി. അതൊന്നും മനസ്സിലാക്കാനായിട്ട് കഴിയില്ല ഡാഡി. പിന്നെ മമ്മി പറയുന്ന കാര്യങ്ങൾ മാത്രമേ ആകാശങ്ങൾ കേൾക്കുകയുള്ളൂ, ആകാശങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ മമ്മി വിശ്വസിക്കുകയുള്ളൂ. പക്ഷേ എനിക്കങ്ങനെയല്ലല്ലോ ഡാഡി, എൻ്റെ 2 അനിയത്തിമാരാ ഇവർ. അപ്പോൾ പിന്നെ എനിക്കങ്ങനെ വേർതിരിച്ച് കാണാനായിട്ട് പറ്റുമോ? മോനെ, നീ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്, എനിക്ക് മനസ്സിലായി ഡാഡി. ഡാഡി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഡാഡി പേടിക്കണ്ട ഡാഡി. ഞാൻ ഇനി കുഞ്ഞാവരുടെ അടുത്ത് പോകില്ല ഡാഡി. അതുപോലെ, അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ഞാൻ ഇനി കുഞ്ഞാവയെ കാണുപോലുമില്ല, ഞാൻ അകന്ന് മാറി നിന്നോളാം. മോനെ, അങ്ങനെയൊന്നും പറയില്ലേടാ. അങ്ങനെയൊന്നുമില്ല ഡാഡി. ഡാഡി സങ്കടപ്പെടേണ്ടെന്നേ. ഈ ഞാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. എൻ്റെ മനസ്സിൽ ഓരോരോ ലക്ഷ്യമുള്ള ഡാഡി. എനിക്ക് പഠിച്ച് വലുതായി നല്ലൊരു ജോലി സമ്പാദിക്കണം, അത്രയും മാത്രമേ എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളൂ. വേറൊരു ആഗ്രഹവും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല ഡാഡി. പിന്നെ എങ്ങനെയാ എൻ്റെ മനസ്സിൽ വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടാവുന്നത്? അല്ല മോനെ, അവൻ പറഞ്ഞല്ലോ നിനക്ക് എന്തൊക്കെയോ രോഗങ്ങളുണ്ടെന്നൊക്കെ. അതയാൾ കോടതിയിൽ മുന്നിലും എന്നെ ഒന്നാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ഡാഡി. അതെല്ലാം ഡാഡി വിശ്വസിച്ച് എന്നോട് ചോദ്യമായിട്ട് വന്നല്ലോ. അപ്പം ഡാഡിയുടെ മനസ്സിൽ ആ ഒരു ഭാരം ഉണ്ടല്ലേ മോനെ? അങ്ങനെയൊന്നും അല്ല മോനെ, എനിക്കറിയാം ഡാഡി. ഡാഡിയാണ് എനിക്ക് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ടേ ബാക്കി ആരും ഉള്ളു. ഈ ആദിമോനെ കുറിച്ച് ഓർത്തൊന്നും ഡാഡി പേടിക്കണ്ട. ഡാഡിയുടെ മുന്നിലേക്ക് ഒരു പ്രശ്നത്തിനുമായിട്ട് ഈ ആദി വരില്ല ഡാഡി. എനിക്ക് എല്ലാവരും ഒരേപോലെ തന്നെയാണ്. ഞാൻ ഇനി കുഞ്ഞാവരുടെ അടുത്ത് ചെല്ലാതിരുന്നാൽ പോരെ? അത്രയും വാക്ക് ഡാഡിക്ക് തന്നാൽ പോരെ? എനിക്ക് ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞാൽ മാത്രം മതി ഡാഡി. ഒരു പ്രശ്നത്തിനും വരില്ല. സങ്കടത്തോടെ ആണെങ്കിലും നമ്മുടെ ആദി ആ കാര്യങ്ങളെല്ലാം പറയാം. അപ്പം അങ്ങനെ ആദി ഇരുന്ന് കരയാണ്. അപ്പോൾ നമ്മുടെ മഹേഷ് ആണെങ്കിൽ സോറിയടാ, ഞാൻ ഇഷിത പറഞ്ഞ വാക്കുകൾ കേൾക്കണമായിരുന്നു. നിന്നോട് ഈ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി വരാൻ പാടില്ലായിരുന്നു. നിന്റെ മനസ്സ് ഒരുപാട് വേദനിച്ചെന്ന് എനിക്ക് മനസ്സിലായി. സോറിയടാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഡാഡിയുടെ മനസ്സിൽ ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു മാറിയല്ലോ. ഞാൻ അത്ര വലിയ പ്രശ്നക്കാരൊന്നും അല്ല ഡാഡി. ഞാൻ ഇനി കുഞ്ഞിൻ്റെ അടുത്ത് പോവില്ല. ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു, അതിനി ആവർത്തിക്കില്ല ഡാഡി. ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല. ഇത് ഡാഡിക്ക് ധരിക്കേണ്ട വാക്കാണ്. ഡാഡി പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഡാഡിയെ പറഞ്ഞയക്കാണ്. പക്ഷേ മഹേഷിനാണെങ്കിൽ വല്ലാത്തൊരു വേദനയും തോന്നി. മഹേഷ് അവിടെ നിന്ന് സങ്കടത്തോടു കൂടി തന്നെ ഡോർ അടച്ചിട്ട് നേരെ പോവുകയും ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ആദ്യമാണെങ്കിൽ ദൈവമേ, ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ എന്ത് മണ്ടത്തരോ കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആദിയുടെ കൈ സ്വയമായിട്ട് ആ ഭിത്തിയിലിട്ട് അങ്ങോട്ട് ഇടിക്കുകയാണ്. ഞാൻ ഇനി പോകില്ല, കുഞ്ഞാവരുടെ അടുത്ത് പോകാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആക്കിയാണ്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ആദി ഇങ്ങനെ ബാൽക്കണിയിൽ നിൽക്കുക. ആ സമയത്ത് ചിപ്പിമോള് വന്നിട്ട് പറയാണ്, ആദ്യേട്ടാ എന്താ ഇവിടെ നിൽക്കുന്നത്? വാ, നമുക്ക് പാർക്കിൽ പോയി കളിക്കാം ആദ്യേട്ടാ. ഞാൻ വരുന്നില്ല ചിപ്പി, നീ പൊയ്ക്കോ എന്ന് പറയാണ്. അതെന്താ ഡാഡി? സോറി, അതെന്താ ആദ്യേട്ടാ? ആദ്യേട്ടൻ എന്താ വരാത്തത്? ആദ്യേട്ടൻ്റെ മനസ്സിലെന്തോ സങ്കടം ഉണ്ടല്ലോ. എന്താ കാര്യം? ഒരു സങ്കടമില്ല ചിപ്പി. ഇനിയിപ്പോൾ സങ്കടം ഉണ്ടെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആദ്യേട്ടാ എന്നോട് പറഞ്ഞൂടെ? എന്താണെങ്കിലും എന്നോട് പറ ആദ്യേട്ടാ. എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാലോ. പറ ആദ്യേട്ടൻ്റെ അനിയത്തിയല്ലേ ഞാൻ. ശരി, ഞാൻ നിന്നോട് പറയാം, പക്ഷെ ആരോടും പറയില്ല എന്ന് നീ എനിക്ക് വാക്ക് തരണം. ശരി, ഞാൻ ആരോടും പറയില്ല. ഇന്നലെ രാത്രി ഡാഡി എന്നെ കാണാൻ വന്നായിരുന്നു. എന്നിട്ട് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ചിപ്പിയോട് സത്യങ്ങളും മുഴുവനും അവിടെ ആദ്യം തുറന്നു പറയാം. ഇത് കേട്ട ചിപ്പി ആകെ ഞെട്ടിപ്പോവാണ്. അങ്ങനെ പറഞ്ഞോ ഡാഡി എന്ന് പറയാണ്. അതെ, എനിക്ക് നിന്നോട് മാത്രമേ സ്നേഹമുള്ളൂ, ഇഷിതാമ്മയുടെ കുഞ്ഞിനോട് സ്നേഹമില്ല. അതുകൊണ്ട് ഇഷിതാമ്മയുടെ കുഞ്ഞിനെ ഞാൻ ദ്രോഹിക്കും എന്നൊക്കെയാ ഡാഡി ഇങ്ങനെ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ഇതൊക്കെ ഡാഡി മനഃപൂർവ്വമായിട്ട് പറഞ്ഞതല്ല, ആ ആകാശങ്ങൾ പറയിപ്പിച്ചതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡാഡി എന്തിനാ ഇതെല്ലാം വിശ്വസിക്കുന്നത്? ഇനി ഡാഡി എന്നോടും പറയും അങ്ങനെ. നിന്നോട് പറയുന്നില്ല, പക്ഷേ ആകാശങ്ങൾ എന്നെക്കുറിച്ചാണല്ലോ ഈ വേണ്ടാത്തരമൊക്കെ പറഞ്ഞത്. ഈ ആകാശങ്ങളിൽ എന്തിനാ അയാൾ വരും ചതിയനാണെന്ന് അറിയാൻ പാടില്ല ഡാഡിക്ക്. എന്നാലും ഡാഡി അങ്ങനെ പറയാനായിട്ട് പാടില്ലായിരുന്നു ആദ്യേട്ടനോട്. നമ്മുടെ കുഞ്ഞാവയല്ലേ, നമ്മുടെ അനിയത്തിയല്ലേ. അപ്പം നമുക്ക് അവരെ അനിയത്തിയെ ദ്രോഹിക്കാനോ വെറുക്കാനോ മറക്കാനോ പറ്റുമോ? എല്ലാവരും നമുക്ക് ഒരേപോലെയല്ലേ എന്ന രീതിയിൽ ചിപ്പിമോളും പറയാണ്. എൻ്റെ മനസ്സിൽ സങ്കടം ഞാൻ നിന്നോടും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ആരോട് ഞാൻ പറയാനാണ് എന്ന് ആദ്യം അവിടെ പറയാം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.